രണ്ട് സെപ്പറേറ്റ് വണ്ണത്തിലുള്ള കയറുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡബിൾ ഷീറ്റ് ബെൻഡാണ്. അതാകുമ്പോൾ നമുക്ക് എത്ര ടൈറ്റ് ആയാലും ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡബിൾ ഷീറ്റ് ബെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതാണ് ഒരു വലിയ കയറാന്ന് വെച്ചാൽ അതിൻ്റെ അറ്റം ഇങ്ങനെ വളച്ച് വെക്കുക. അതിൻ്റെ അറ്റത്തൂടെ ചെറിയ കയർ ഇങ്ങനെ എടുത്ത് ഇതിനെടുത്ത് ഇതിപ്പം ഒരു റൗണ്ട് ചുറ്റി ഇത് ഇങ്ങനെ കയറ്റുവാണെങ്കിൽ സിംഗിൾ ഷീറ്റ് ആവും. നമുക്ക് ഡബിൾ ഷീറ്റ് ആയതുകൊണ്ട് വീണ്ടും ഒരു 2 റൗണ്ടും കൂടെ ചുറ്റുക. ഒരു റൗണ്ടും കൂടെ കൂട്ടിയാൽ വേണമെങ്കിൽ ട്രിപ്പിൾ ഷീറ്റ് ബെൻഡെന്ന് വിളിക്കുക. നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പം മൊത്തത്തിൽ ചെറിയ കയർ ഇതിലെടുത്ത് 3 റൗണ്ട് ഇതിൻ്റെ അകത്തൂടെ ചുറ്റി ഇതിലേ എടുത്ത് ഈ കയറുകളുടെ ഉള്ളിൽ കൂടി എടുത്ത് ഈ കയറിൻ്റെ ഉള്ളിൽ കൂടി എടുക്കണം. കയറിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞ് സ്ട്രോങ് ആക്കിയാൽ ഇത് ട്രിപ്പിൾ ഷീറ്റ് ബെൻഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഉരുപ്പരത്തില്ല. എത്രയായാലും ഉരുപ്പരില്ല. എന്നാലും ഇതിപ്പോൾ ഈ വലിക്കും പുള്ളിയൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ആയാൽ ചിലപ്പോൾ വീണ്ടും ലൂസാകാനുള്ള സാധ്യതയാണ്. പിന്നെ ഇത് ഇതിനൊരു പരിമിതിയുണ്ട്. ഒരു തീരെ ചെറിയ വള്ളിയതെങ്കിൽ ഇതിൻ്റെ അകത്തോടെ ലൂസായി പോകുന്ന രീതിയിൽ നിൽക്കുന്നെങ്കിൽ ഇത് ചാടി പോരുന്നെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വരികയല്ല. അപ്പോൾ ഇത് അങ്ങനെ ഈ വലിക്കും പുള്ളിയും പുഷിയും ചെയ്യുവാണെങ്കിൽ ഊരി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബാക്കപ്പ് നോട്ടും കൂടി ഇട്ട് വെക്കാം. നമുക്ക് ഇങ്ങനെ ബാക്കപ്പ് നോട്ട് ഇങ്ങനെ എടുത്ത് ബാക്കപ്പ് നോട്ട് എന്ന് വെച്ചാൽ എപ്പോഴും ഇടേണ്ട ഇങ്ങനെയാണ്. ഇങ്ങനെ എക്സ് ഷേപ്പിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോടെ എടുത്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് നോട്ടും കൂടി ഈ കള്ളി ഇതും അതുപോലെ നമുക്ക് ബാക്കപ്പ് നോട്ട് ആക്കുക. ബാക്കപ്പ് നോട്ട് ഇടുന്നത് സിമ്പിളാണ്. എടുത്ത് കഴിഞ്ഞാൽ ഇവിടെയും ബാക്കപ്പ് നോട്ട്. അപ്പം ഇവിടെയും ബാക്കപ്പ് നോട്ട് ആയി ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആണ്. എത്ര പുള്ളി ചെയ്താലും ഊരി പോകത്തില്ല. അതേപോലെ ഊരണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബാക്കപ്പ് നോട്ട് ഇത് നമുക്ക് ഊരാനും പറ്റും. ഒരുപാട് ടൈറ്റായിട്ട് ഊരാൻ പറ്റാത്ത അത്രയും ടൈറ്റായി പോകത്തുമില്ല. അതാണ് ഈ ഡബിൾ ഷീറ്റ് ബെൻഡ് അഥവാ ട്രിപ്പിൾ ഷീറ്റ് ബെൻഡിൻ്റെ പ്രത്യേകത.